നമസ്കാരം. റാഫ്റ്റ് ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം. മഴ മാറി നിന്നിരിക്കുന്നു. ഇന്ത്യ വേഴ്സസ് പാകിസ്ഥാൻ മത്സരത്തിൻ്റെ ടോസ് കഴിഞ്ഞപ്പോൾ പാകിസ്ഥാനാണ് ടോസ് വിജയിച്ചിരിക്കുന്നത്. അവരാദ്യം ബൗൾ ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുകയാണ്. ഇന്ത്യൻ ടീം 2 മാറ്റങ്ങളുമായിട്ടാണ് ഇറങ്ങുന്നത്. നമ്മൾ ഇന്ന് നേരത്തെ റിപ്പോർട്ട് ചെയ്തിരുന്നല്ലോ, 2 മാറ്റങ്ങൾ ഉണ്ടാവും. അഭിഷേക് ശർമ്മ കളിക്കാനിറങ്ങും, സഞ്ജു സാംസൺ പുറത്താകുമെന്ന്. ആ മാറ്റം എന്തായാലും ഉണ്ട്. കൂടാതെ ഹർഷ്ദീപിന് പകരം കുൽദീപ് ഇറങ്ങുമെന്ന് നമ്മൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. എക്സാക്ട്ലി സെയിം മാറ്റങ്ങളുമായിട്ട് ടീം ഇന്ത്യ ഇറങ്ങുമ്പോൾ പാകിസ്ഥാൻ്റെ ടീമിൽ മാറ്റങ്ങളൊന്നുമില്ല. അവരുടെ ക്യാപ്റ്റൻ അതാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. പാകിസ്ഥാൻ ആദ്യം ബൗൾ ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുന്നു. അവരുടെ നായകൻ സൽമാൻ അലി ആഘ പറഞ്ഞത് പിച്ച് ഒരൽപ്പം ടാക്കി ആയിരിക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. കുറച്ച് അസിസ്റ്റൻസ് തുടക്കത്തിൽ ലഭിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇതൊരു ബിഗ് ഗെയിമാണ്. അതുകൊണ്ട് തന്നെ ഒരു ബിഗർ ഗ്രൗണ്ട്, ഇത് SSC ഒരു ബിഗർ ഗ്രൗണ്ടാണ്. ഇവിടെ എങ്ങനെ കളിക്കണം എന്നറിയാം. ഇതൊരു സ്ലോവർ പിച്ചാണ് എന്ന് പ്രതീക്ഷിക്കുന്നു എന്നുകൂടി അദ്ദേഹം പറയുന്നുണ്ട്. സെയിം ടീമുമായിട്ട് പാകിസ്ഥാൻ ഇറങ്ങുന്നു. അപ്പോൾ പാകിസ്ഥാൻ 11, അതായത് കഴിഞ്ഞ കളി കളിച്ച സെയിം ടീം: സൈബ്സാദ ഫർഹാൻ, സെയിം അയ്യൂബ്, സൽമാൻ അലി ആഗ, ബാബർ അസം, ഷദബ് ഖാൻ, ഉസ്മാൻ ഖാൻ, മുഹമ്മദ് നവാസ്, ഫഹീം അഷ്റഫ്, ഷഹീൻ ഷാ അഫ്രീദി, ഉസ്മാൻ താരിഖ്, അബ്രാർ അഹമ്മദ്. ഇതാണ് അവരുടെ 11. ഇന്ത്യയുടെ നായകൻ സൂര്യകുമാർ യാദവ് പറഞ്ഞത് ഞങ്ങൾ 2 മാറ്റങ്ങളുമായിട്ട് ഇറങ്ങും എന്നാണ്. അപ്പോൾ ആ 2 മാറ്റങ്ങളടക്കം ഇന്ത്യൻ ടീം ഇങ്ങനെയാണ്: ഇഷാൻ കിഷൻ, അഭിഷേക് ശർമ്മ, തിലക് വർമ്മ, സൂര്യകുമാർ യാദവ്, ഹാർദിക് പാണ്ഡ്യ, ശിവൻ ദ്യൂബെ, റിങ്കു സിംഗ്, അക്സർ പട്ടേൽ, കുൽദീപ് യാദവ്, വരുൺ ചക്രവർത്തി, ജസ്പ്രീത് ബൂംറ. സൂര്യ പറഞ്ഞത് ടോസ് ലഭിച്ചിരുന്നെങ്കിൽ എന്തായാലും നമ്മൾ ആദ്യം ബാറ്റ് ചെയ്യുമായിരുന്നു എന്നാണ്. പാകിസ്ഥാന്റെ തീരുമാനത്തെ ഒരു മെന്റൽ ഗെയിം വഴി ഒന്ന് ഡൗൺ പ്ലേ ചെയ്യാൻ വേണ്ടി ശ്രമിച്ചതായിരിക്കണം. എന്തായാലും ഇന്ത്യ ഫസ്റ്റ് ബാറ്റ് ചെയ്യുമായിരുന്നു എന്നാണ്. ഏതായാലും ആദ്യ 2 മത്സരങ്ങളിലെ വിജയത്തിൽ അതിനൊരു തുടർച്ചയാണ് പ്രതീക്ഷിക്കുന്നത്. ഏതായാലും ഒരു ഹൈ സ്റ്റേക്ക് കോൺടെസ്റ്റ് ആണ്. ഈ ഒരു പിച്ച് ഒരുപാട് കാര്യങ്ങൾ നമ്മളെ, ഈ ഒരു സ്പോട്ട് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പഠിപ്പിക്കുന്നതാണ് എന്നുകൂടി അദ്ദേഹം പറയുന്നുണ്ട്. അഭിഷേകും കുൽദീപ് യാദവും എന്തായാലും സ്ക്വാഡിലേക്ക് വരുന്നു എന്ന് അദ്ദേഹം പറഞ്ഞു. അപ്പോൾ 2 മാറ്റങ്ങളുമായിട്ട് ടീം ഇന്ത്യ ഇറങ്ങുകയാണ്. ഇപ്പോൾ നമുക്കറിയാവുന്ന പോലെ മികച്ചൊരു തുടക്കം നമുക്ക് ലഭിക്കേണ്ടതുണ്ട്. മികച്ചൊരു സ്കോർ നമുക്ക് ഉയർത്തേണ്ടതുണ്ട്. അത് വെച്ച് വേണം പാകിസ്ഥാനെ സമ്മർദ്ദത്തിലാക്കാൻ. അതിന് കഴിയും എന്ന പ്രതീക്ഷയിൽ തന്നെയാണ് നമ്മൾ ഇരിക്കുന്നത്. പിച്ച് റിപ്പോർട്ടിൽ ഇപ്പോൾ പറഞ്ഞത് ലോട്ട് ഓഫ് സ്പെക്കുലേഷൻ എബൌട്ട് റെയിൻ, ബട്ട് ഇറ്റ് ഹോൾഡിംഗ് അപ്പ് വെൽ സോ ഫാർ. അപ്പോൾ റമീസ് രാജ പറയുന്നത് തീർച്ചയായിട്ടും 84 മീറ്റർ ഹിറ്റാണ് സ്ട്രൈറ്റ് ഡൗൺ ദി ഗ്രൗണ്ടിലുള്ളത്. 74 മീറ്റർ ഈ സ്ക്വയർ ബൗണ്ടറീസിലുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ വളരെ ശ്രദ്ധയോടുകൂടി കളിക്കേണ്ടതിന് കുറച്ച് വലിയ ഗ്രൗണ്ടാണ്. അതനുസരിച്ചാണ് കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്യാൻ പോകുന്നത്. എന്തായാലും മികച്ചൊരു സ്കോർ വരും. ഇന്ത്യ നല്ലൊരു സ്കോർ ഉണ്ടാക്കി പാകിസ്ഥാനെ സമ്മർദ്ദത്തിലാക്കും എന്ന് തന്നെ കരുതാം. വീഡിയോ അവസാനിക്കുന്നു. ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റ് എത്താം.